കോഴിക്കോട് പുതിയ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് തത്സമയം. നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, വളരെ വർഷങ്ങളായുള്ള ഒരു ആവശ്യമാണ് ഇവിടെ ഒരു പാലം വേണമെന്നുള്ളത്. അങ്ങനെ ഒരുപാട് വർഷത്തെ ആവശ്യത്തിന് ശേഷം ഇപ്പോൾ പാലം ഉദ്ഘാടനത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഉദ്ഘാടനം അല്പസമയത്തിനകം തന്നെ തുടങ്ങുമോ? തീർച്ചയായും ഒരു നാടിന്റെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു പാലം വേണമെന്നുള്ളത്. വർഷങ്ങളായി ഇവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയുന്നത് പോലെ പുതിയ പാലത്തിന്റെ പഴയ ഒരു സാഹചര്യം അറിയാമായിരുന്നു. ചെറിയ ഒരു പാലമായിരുന്നു, അത് മാറിയാണ് ഇപ്പോൾ ഒരു വലിയ പാലമായത്. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് കൂടെ പോകാം. ഒരു നാടിന്റെ വലിയ ആവശ്യം കൂടിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. തീർച്ചയായും ഇത് ദീർഘകാലത്തെ ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-20 കൊല്ലം മുമ്പ് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സമ്മേളനത്തിൽ, ഞാനന്ന് ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു, ഈ മേഖലാ കമ്മിറ്റിയും പാലത്തിന്റെ അപ്പുറത്തെ മേഖലാ കമ്മിറ്റിയും അന്ന് പ്രമേയം പാലം വേണമെന്ന് പറഞ്ഞ് അവതരിപ്പിച്ചിരുന്നു. അതിനേക്കാൾ 10-20 കൊല്ലം മുമ്പാണ് ഈ ആവശ്യം വന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു 10-40 കൊല്ലമായി ഈ നാട് ആവശ്യപ്പെടുന്നതാണ്. ഇത് യാഥാർത്ഥ്യമായി എല്ലാവരെയും യോജിപ്പിച്ചിട്ടാണ്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും യോജിപ്പിച്ച് ഇത് യാഥാർത്ഥ്യമാക്കിയതാണ്. ഈ പാലം ഇടതുപക്ഷ സർക്കാർ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കിടക്കുന്ന പാലമാണ്. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള പാലമാണ്. തീർച്ചയായും മന്ത്രി തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വലിയ തിരക്ക് ഈ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ കാണുന്നുണ്ട്. ഇവിടെയുള്ള നാട്ടുകാരൊക്കെ കൂടി ഈ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ ഒത്തുകൂടുകയും ചെയ്തിട്ടുണ്ട്. പണ്ട് ഈ പാലത്തിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് 2 ബൈക്കുകൾക്ക് കഷ്ടിച്ച് മാത്രം കടന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥിതിയായിരുന്നു. അതിനു മുൻപും ഇതൊരു മരപ്പാലമായിരുന്നു എന്നുള്ളതാണ് അറിവ്. അപ്പോഴും ഇതിനെ പുതിയ പാലം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് യാഥാർത്ഥ്യത്തിൽ ഇതൊരു പുതിയ പാലമായി മാറിയിട്ടുള്ളത്. എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ കോഴിക്കോട് നഗരത്തിലെ ഒരു വലിയ ഗതാഗതത്തിന് വലിയൊരു സാധ്യത കൂടെ ഒരുക്കി കൊടുക്കുന്ന പാലമായി ഇത് മാറി എന്നുള്ളതാണ്. അതായത് ഇവിടെ നിന്നും തളി ഭാഗത്തേക്കും ഒപ്പം തന്നെ ഗോവിന്ദപുരത്തിനെയും ഒന്നിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ്. നിരവധി വാഹനങ്ങൾ ദിനം പ്രതി കടന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥിതി കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ശരി.